പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ പ്രഭാതം കൂടി കാണുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ദൈവം മനോഹരമായ ഒരു പ്രഭാതം സൃഷ്ടിച്ചിട്ട് നമ്മെ എല്ലാവരെയും അതിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൻ്റെ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുമ്പോൾ ഇത് നമുക്ക് നൽകിയ ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും അവിടുത്തേക്ക് നമുക്ക് നന്ദി പറയുകയും ചെയ്യാം. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളോടും ചേർന്ന് നമുക്കും ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിന് നമുക്ക് ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രത്യേകമായ വിധത്തിൽ നമുക്ക് അപേക്ഷിക്കാം. അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമുക്ക് സാധിക്കും. ആ ബോധ്യത്തോടു കൂടി പരിശുദ്ധ അമ്മയെ വിളിച്ച് നമുക്കിപ്പോൾ അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സാമ്പത്തികമായിട്ട് കഷ്ടപ്പെടുന്ന ആളുകളെ നമുക്ക് പ്രത്യേകമായിട്ടും ഓർക്കാം. സാമ്പത്തിക പരാധീനത മൂലം വേദനിക്കുകയും ദുഃഖിക്കുകയും സങ്കടപ്പെടുകയും പാർപ്പിടം പോലും നഷ്ടപ്പെട്ട ധാരാളം ആളുകൾ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളുമുണ്ട്. അവരെയൊക്കെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ ഈ പ്രഭാതത്തിൽ സമർപ്പിക്കാം. അവരുടെ ആ ബാധ്യതകളിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ എന്ന് അവരെ സമർപ്പിച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം കേൾക്കുവാനായിട്ട് നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. ഈ പ്രഭാതത്തിൽ ദൈവത്തിന് എന്താണ് നമ്മോട് വചനത്തിലൂടെ സംസാരിക്കുവാനായിട്ടുള്ളത് എന്ന് നമുക്ക് ശ്രവിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം തയ്യാറാകാം. കർത്താവിൻ്റെ വചനം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ആത്മീയ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമായിട്ടുള്ള ശക്തി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നമുക്കിപ്പോൾ ദാഹിച്ച് പ്രാർത്ഥിക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയപ്പെട്ടവർ, ഈ ദിവസം നമുക്ക് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 29 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം.
കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു. എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. യേശു വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു. അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മോട് പറയുന്നത് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ ആരാണ് എന്നുള്ളതാണ്. നമുക്ക് ശിഷ്യത്വത്തെക്കുറിച്ച് പല കാഴ്ചപ്പാടുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. എന്നാൽ ഈശോ തൻ്റെ കാഴ്ചപ്പാടാണ് ഇവിടെ പറയുന്നത്. മലയിലെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ ഈശോ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വചനം കേൾക്കുന്ന ആളുകളായിട്ട് മാറാതെ വചനം നടപ്പിലാക്കുന്ന ആളുകളായിട്ട് മാറണം എന്നുള്ളതാണ്. വെറുതെ ഹിയറേഴ്സ് ആയിട്ട് മാറാതെ ഡുവേഴ്സ് ആയിട്ട് നമ്മൾ മാറണം എന്നാണ് ഈശോ ഇവിടെ പറയുന്നത്. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചതുകൊണ്ടോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടോ രോഗശാന്തി നൽകിയതുകൊണ്ടോ നമ്മൾ ആരും രക്ഷപ്പെടും എന്ന് നമ്മൾ വിചാരിക്കേണ്ട. ജീവിത വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ തിരസ്കൃതരായിട്ട് മാറും എന്നാണ് ഈശോ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ 21, 22 വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈശോ പറയുകയാണ്, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിച്ചതുകൊണ്ട് നിങ്ങളാരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ഇല്ല എന്ന്. മറിച്ച് എൻ്റെ വചനം പാലിക്കുന്നവനാണ്, അല്ലെങ്കിൽ എൻ്റെ ഹിതം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നും. 24 മുതൽ 27 വാക്കുകളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴത്തേക്കും അവിടെ 2 തരത്തിൽ വീട് പണിയുന്നവരെ കുറിച്ചാണ് പറയുന്നത്. മണലിൽ വീട് പണിയുന്നവൻ, അതുപോലെ തന്നെ പാറമേൽ വീട് പണിയുന്നവൻ. അപ്പോൾ ഈശോ ഈ പാറമേൽ വീട് പണിയുന്നവനെ കുറിച്ച് പറയുന്നത് വിവേകമതിയായിട്ടുള്ള മനുഷ്യനാണ്, വിവേകമുള്ളവനാണ് എന്നുള്ളതാണ്. അതേസമയം മണലിൽ വീട് പണിയുന്നവനെ കുറിച്ച് പറയുന്നത് അവൻ ഭോഷനാണ് എന്നുള്ളതാണ്. അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ മണലിൽ പണിത വീട് കാറ്റും മഴയും കൊടുങ്കാറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ സാധിക്കാതെ തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്നാൽ പാറമേൽ പണിത വീട് അത് ഏത് പ്രതിസന്ധികളെയും, കാറ്റിനെയും കോളിനെയും കൊടുങ്കാറ്റിനെയും ഒക്കെ അതിജീവിച്ച് തകരാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് പാറപ്പുറത്ത് വീട് പണിതവനെ വിവേകമതിയായിട്ടുള്ള മനുഷ്യനെന്ന് ഈശോ വിശേഷിപ്പിക്കുന്നത്. ഈ 2 വീടുകളിലേക്കും നമ്മൾ ബാഹ്യമായിട്ട് നോക്കിയാൽ രണ്ടും വളരെ മനോഹരമാണ്. അത് കാഴ്ചയിൽ ഒരു കുറവും നമുക്ക് പറയാനായിട്ട് സാധിച്ചെന്ന് വരികയില്ല. പക്ഷേ അതിൻ്റെ ശരിക്കുള്ള അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത് അത് പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴാണ്. കാറ്റൂതി, വെള്ളപ്പൊക്കമുണ്ടായി, മഴ ആഞ്ഞു പെയ്തു, അപ്പോൾ മണലിൽ പണിത വീട് തകർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ പാറമേൽ പണിത വീട് അത് ഏത് പ്രതിസന്ധികളെയും ഏത് പ്രകൃതിക്ഷോഭത്തെയും അതിജീവിക്കുന്നതിന് അതിന് സാധിച്ചു എന്നുള്ളതാണ്.
നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇതുപോലെയുള്ള പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? രോഗങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധി, അതല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടായിരിക്കാം, സാമ്പത്തികമായിട്ടുള്ള പരാധീനതയായിരിക്കാം, പരീക്ഷകളിലെ പരാജയമായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ക്രിസ്തു ആകുന്ന പാറമേലാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ പണിതുയർത്തിയത് എങ്കിൽ ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് പോകാനായിട്ടുള്ള ശക്തി നമുക്ക് കിട്ടും. അല്ല എങ്കിൽ സംഭവിക്കുന്ന എന്താണ്? ഈ പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ അതിജീവിക്കാൻ സാധിക്കാതെ തകർന്ന് തരിപ്പണമായിട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് ഈശോ ഓർമ്മപ്പെടുത്തുന്നത്. ഒരിക്കലൊരു രാജാവ് 2 പേർക്ക് വിക്രം എന്നും അതുപോലെ തന്നെ ആനന്ദ് എന്നും പേരുള്ള 2 പേരെ വിളിച്ചിട്ട് തൻ്റെ രാജ്യത്തിൽ 2 കവാടങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ട് ഉത്തരവ് കൊടുത്തു. ശത്രുവിനെ പ്രതിരോധിക്കുന്നതിനാണ് 2 കവാടങ്ങൾ നിർമ്മിക്കാനായിട്ട് ഈ രാജാവ് അവരെ ഏൽപ്പിച്ചത്. രാജാവ് അവർക്ക് ആവശ്യത്തിനുള്ള പണവും സമയവും നൽകി ഇത് നിർമ്മിക്കുവാനായിട്ട്. ഈ വിക്രം എന്ത് ചെയ്തു? അവൻ പെട്ടെന്ന് തന്നെ വളരെ എളുപ്പമുള്ള സ്ഥലത്ത് ഒരു ഫൗണ്ടേഷനൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട് ആ കോട്ട കവാടം അവിടെ പണിതു. എന്നാൽ ആനന്ദ് എന്ന് പറഞ്ഞ മനുഷ്യനാകട്ടെ പാറയെല്ലാം വെട്ടിപ്പൊളിച്ച് വളരെ ആഴത്തിൽ കുഴിയെടുത്ത് അത് സമയമെടുത്ത് ഇത് പണിതു. പറഞ്ഞ സമയത്ത് തീർക്കാനായിട്ട് അവന് സാധിച്ചില്ല. 2ഉം പണിത് കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ ഈ വിക്രമിൻ്റെ ഈ കോട്ടയെ വളരെ പ്രശംസിച്ച് പറഞ്ഞു, കണ്ടാൽ അതിമനോഹരം. എന്നാൽ ആനന്ദിൻ്റെ കോട്ടയ്ക്ക് അത്ര ഭംഗിയൊന്നുമില്ലായിരുന്നു. അതും അവിടെ നിന്നു. കുറച്ച് നാളുകൾക്ക് കഴിഞ്ഞപ്പോൾ വലിയ ഒരു വെള്ളപ്പൊക്കവും പ്രകൃതി ക്ഷോഭവും ഭൂകമ്പവും ഒക്കെ അവിടെ ഉണ്ടായി. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ വിക്രം പണിത മനോഹരമായ ആ കോട്ട കവാടം വളരെ പെട്ടെന്ന് തകർന്ന് തരിപ്പണമായി. എന്നാൽ ഈ ആനന്ദ് നിർമ്മിച്ച ആ കോട്ട ഈ പ്രകൃതിക്ഷോഭത്തെയൊക്കെ അതിജീവിച്ച് നിലനിൽക്കുന്ന സാഹചര്യമുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ കഥയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പാഠവും ഇതുതന്നെയാണ്. ആഴത്തിൽ കുഴിച്ച് പാറമേൽ പണിത ആ കോട്ട നിലനിന്നു. എന്നാൽ അധികം ആഴമില്ലാതെ മണലിൽ പണിത ആ കോട്ട തകർന്നു പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറപ്പുള്ള പാറയിൽ അടിസ്ഥാനമിട്ട് പണിതുകൊണ്ട് പോകണമെന്നുള്ളതാണ്. ക്രിസ്തുവാകുന്ന പാറയിൽ അടിസ്ഥാനമിട്ട് നമ്മുടെ ജീവിതത്തെ പണിതുയർത്തുന്നത് എങ്കിൽ ഏത് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്യുന്നതിനായിട്ട് നമുക്ക് സാധിച്ചെന്ന് വരും. എന്നാൽ മറ്റു പലതിലുമൊക്കെയാണ് നമ്മൾ നമ്മുടെ അടിസ്ഥാനമിട്ടുകൊണ്ട് ജീവിതത്തെ പണിതുയർത്തുന്നത് എങ്കിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കാതെ തകർന്നു പോകുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരും. അപ്പോൾ ഈശോ പറഞ്ഞു വെക്കുന്നത്, യഥാർത്ഥ ശിഷ്യൻ ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ ജീവിതത്തെ പണിതുയർത്തുന്ന ആളാണ്, പാറമേൽ പണിതുയർത്തുന്ന ആളാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടായിരിക്കണം. നമ്മൾ പരിശോധിച്ച് നോക്കണം, എവിടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് എന്ന്. ക്രിസ്തുവാകുന്ന പാറമേലല്ല നമ്മൾ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് എങ്കിൽ അത് തകർന്നു പോകുന്ന, നശിച്ചു പോകുന്ന, വീണു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ പ്രഭാത വിരുന്നിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് പോകുന്ന ആളുകളായിട്ട് നമുക്ക് മാറുന്നതിനായിട്ട് സാധിക്കട്ടെ. അതിനുള്ള അനുഗ്രഹം നമുക്ക് ഈ പ്രഭാതത്തിൽ അപേക്ഷിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെ എല്ലാവരെയും ഈ പ്രഭാതത്തിൽ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൗസേപ്പ് കാവലായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥർ നമ്മെ കാത്ത് പരിപാലിച്ച് സംരക്ഷിക്കട്ടെ. കാവൽ മാലാഖമാർ കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം ഒരുക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെയെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ജോലിക്കായിട്ടും പഠനത്തിനായിട്ടും നമ്മുടെ ഭവനങ്ങളിൽ നിന്നും മാറി താമസിക്കുന്ന നമ്മുടെ സഹോദരീ സഹോദരങ്ങളെ നമുക്ക് പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അതുപോലെ തന്നെ രോഗികളായിട്ട് നമ്മുടെ ഭവനങ്ങളിൽ കഴിയുന്ന ആളുകളെ നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനാ സഹായം വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പരീക്ഷകളിൽ ജയിക്കുന്നതിന്, ജോലി ലഭിക്കുന്നതിന്, ജീവിത പങ്കാളിയെ കിട്ടുന്നതിന്, സാമ്പത്തിക ബാധ്യതയിൽ നിന്നും കരകയറുന്നതിന് ഒക്കെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അവരെല്ലാവരെയും അവരുടെ എല്ലാ നിയോഗങ്ങളോടും കൂടെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ടിവിയെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ധ്യാന കേന്ദ്രത്തിലൂടെയും ഈ ചാനലിലൂടെയും ദൈവത്തിൻ്റെ വചനം ലോകത്തിൻ്റെ അറ്റം വരെ പ്രഘോഷിക്കപ്പെടുന്നതിന് ഇടയാക്കണമേ എന്ന് ഈ ധ്യാന കേന്ദ്രത്തിന് വേണ്ടിയും ഈ ചാനലിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും ഒരു കൊന്തയെങ്കിലും ചൊല്ലി മരിയൻ കൂടാരങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് ചേർന്ന് ഈ ചാനലിന് വേണ്ടിയും ഈ ധ്യാന കേന്ദ്രത്തിന് വേണ്ടിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളടച്ച് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഉയർന്ന സ്വരത്തിൽ കർത്താവിനെ ഇപ്പോഴും നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹാലേലൂയ, 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 ഹാലേലൂയ. കർത്താവായ യേശുവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചു എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ അങ്ങ് കരുണയായിരിക്കണമേ. അവിടുത്തെ കരത്തിൻ്റെ ശക്തമായ സംരക്ഷണം അവരുടെ എല്ലാവരുടെയും മേൽ ഉണ്ടായിരിക്കണമെന്ന് നിങ്ങളെ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹാലേലൂയ, 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 ഹാലേലൂയ.
ഉരുകും നെഞ്ചിൽ തീയണയ്ക്കാനായി പ്രിയനേ യേശുനാഥാ നീ അരികിലെത്തുമോ? നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ശിരസിപ്പോൾ നമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിൽ എന്നോടൊപ്പം പങ്കുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുകയാണ്. ഒരു നല്ല പ്രഭാതവും നല്ല ദിവസവും സ്നേഹം പൂർവ്വം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. ആമേൻ.